തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏറെ സമാധാനപരമായാണ് കേരളത്തിൽ ഒട്ടുമിക്ക ഇടങ്ങളിലും നടന്നത്. പക്ഷെ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും സ്ഥാനാർത്ഥികളെ കയ്യേറ്റം ചെയ്യുന്നു. CPM അതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെ കയ്യേറ്റം ചെയ്ത വാർത്തകളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലയിലെ ചൊക്ലി പഞ്ചായത്തിലെ 16-ാം വാർഡിൽ മത്സരിച്ച ജാഫർ സാദിഖിനെ ഇന്നലെ ഉച്ചക്ക് അവർ കൈകാര്യം ചെയ്തു. കാരണം കള്ളവോട്ടിനുള്ള ശ്രമം തടഞ്ഞതിൻ്റെ പേരിലായിരുന്നു. വൈകുന്നേരമായപ്പോൾ ക്രൂരമായി ഒരു കൂട്ടം ആളുകൾ വന്ന് ആക്രമിക്കുകയും അതിനുശേഷം അവർ വളരെ വലിയ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആ സ്ഥാനാർത്ഥി ഇപ്പോൾ തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ രാവിലെ അവിടെ പോയിരുന്നു. അവിടെ നോക്കുമ്പോൾ കുറേ അധികം സ്ഥാനാർത്ഥികൾ CPM വരെ തല്ലുകൊണ്ടിട്ട് അവിടെയുണ്ട്. ഇരിട്ടി മുടക്കോഴി 9-ാം വാർഡിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്, CK മോഹനൻ, അവിടെയുണ്ട് അടികൊണ്ടിട്ട്. പിന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പേരാവൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥിയായ സജിത മോഹൻ അവിടെ തല്ലുകൊണ്ട് കിടപ്പിലാണ്. അതേപോലെ ജോയ് ഫ്രാൻസിസ് പേരിങ്കിരി വാർഡ് UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ തല്ലുകൊണ്ടിട്ട് അവിടെയുണ്ട്. അമല മാലൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ സ്ഥാനാർത്ഥി. ഇതൊക്കെ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തല്ലുകൊണ്ട് ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ പോയപ്പോഴാണ് കുറേ അധികം സ്ഥാനാർത്ഥികൾ തല്ലുകൊണ്ടിട്ട് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായത്. ഇത് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സംഭവിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായി ജനാധിപത്യ ശക്തിപ്പെടുന്ന ഒരു കാലത്ത് ഈ രീതിയിൽ സംഭവിച്ചാൽ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഭവിഷ്യത്ത്? ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്താണ് ആന്തൂരിൽ എതിർ സ്ഥാനാർത്ഥികളില്ല, ഒറ്റക്ക് CPM മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നത് ചർച്ചയായതാണ്. യഥാർത്ഥത്തിൽ ഇത് ആന്തൂര് കണ്ണൂർ ജില്ലയിലുടനീളം സൃഷ്ടിക്കാനുള്ള ശ്രമമല്ലേ ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്നത്? സാധാരണ SFIക്കാരാണ് ക്യാമ്പസ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുക, നോമിനേഷൻ കൊടുത്താൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ക്രൂരതകളിലൂടെ കൈകാര്യം ചെയ്യാനൊക്കെ സംഭവിക്കാറ്. ഇതൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരെ ഇത് സംഭവിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു ആഘോഷവും വലിയ ഒരു ആവിഷ്കാരവുമായ തെരഞ്ഞെടുപ്പിനെ തന്നെ, തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തന്നെ അത് ഫാസിസത്തിൻ്റെ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഇത് അപകടകരമായൊരു രീതിയിലേക്കാണ് എത്തുക. ആന്തൂര് വലിയ ഒരു മെച്ചമായിട്ടാണ് പറയുക. യഥാർത്ഥത്തിൽ ഭീഷണി കൊണ്ടല്ലേ ഇവരൊന്നും നോമിനേഷൻ തന്നെ കൊടുക്കാത്തത്. നോമിനേഷൻ കൊടുക്കുമ്പോൾ വരെ കൊടുത്തു കഴിഞ്ഞാൽ ഭീഷണി, ബൂത്തിലിരുന്നാൽ ഭീഷണി, കള്ളവോട്ട് ചോദ്യം ചെയ്താൽ ഭീഷണി, സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി. ഇങ്ങനെ സംഭവിച്ചാൽ ഇതാരും കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഇതിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ, ഇത് തടഞ്ഞില്ലെങ്കിൽ വലിയ അപകടമാണല്ലേ ഇന്ത്യയിലെ ഈ കണ്ണൂരിലെ ഈ ജനാധിപത്യ സംവിധാനത്തിന് സംഭവിക്കുക. ഞങ്ങൾക്ക് പലയിടങ്ങളിൽ ഈ തല്ലുകൊണ്ടിട്ടുണ്ട്. ചില ബൂത്തിലേക്ക് ജോലിക്ക് പോയ പോളിംഗ് ഓഫീസർമാരോട് വരെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്, ഞങ്ങൾക്കിവിടെ ഒരു ആചാരമൊക്കെ ഉണ്ട്, ആ ആചാരം നടക്കും, നിങ്ങൾ നിങ്ങളുടെ വർക്കും ചെയ്ത് അവിടെ ഇരുന്നാൽ മതിയെന്ന്. ഇത്തരം കാര്യങ്ങൾ ഈ പുതിയ സന്ദർഭത്തിലും സംഭവിക്കുകയാണ്. ആരാണ് ഇതിന് കൂട്ടു നിൽക്കുന്നത്? പോലീസ് നിഷ്ക്രിയമാണ്. ഞാനവിടെ ആ തല്ലുകൊണ്ട് അവരോട് പലരോടും സംസാരിച്ചു. പോലീസ് നോക്കി നിൽക്കുകയാണ്. പോലീസ് കേരള സർക്കാർ CPM ഭരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതിനിടയിൽ നിഷ്ക്രിയമായ പോലീസ് സംവിധാനത്തിനിടയിലാണ് ഈ ഗുണ്ടാ വിളയാട്ടം CPM നടത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന പേരിൽ കുറേ ഗ്രാമങ്ങളെ സൃഷ്ടിച്ചെടുത്ത് അവിടങ്ങളിലേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത രീതി ഉണ്ടാക്കിയെടുക്കുക. തെരഞ്ഞെടുപ്പിൽ ആരും നോമിനേഷൻ കൊടുക്കാൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല, കള്ളവോട്ട് ചോദ്യം ചെയ്യാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്ന രീതി വളർത്തിയെടുക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളുടെ ഈ കാൻഡിഡേറ്റിനെ തല്ലിയ ആളുൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അവിടെ പോയാൽ കാണാം, തല്ലുകൊണ്ട് കിടക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഇവരൊക്കെ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത CPM-ൻ്റെ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യണം. ഈ രീതി ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നീക്കം നടക്കണം. കാരണം ഇല്ലെങ്കിൽ ജനാധിപത്യം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുക. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ പോലീസ് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്കറിയില്ല. ഏതായിരുന്നാലും പോലീസ് ഇടപെടണം. പിന്നെ ഈ ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ CPM തയ്യാറാകണം. കേരളത്തിലെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ മഹത്തായ ആവിഷ്കാരത്തെ ക്രിമിനൽ ഗുണ്ടകളുടെ കയ്യിൽ വിട്ടുകൊടുക്കാൻ അനുവദിക്കരുത്. മീഡിയ പ്രവർത്തകരും മറ്റുമൊക്കെ വലിയ തോതിൽ ഈ ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പറയാം, അതേക്ക് പറയാം. അതേപോലെ തന്നെ അവിടെ നമ്മൾ പോയപ്പോൾ കണ്ടൊരു കാഴ്ച, കുറേ അധികം 3 വനിതാ സ്ഥാനാർത്ഥികൾ തല്ലുകൊണ്ടിട്ട് അവിടെ ഉണ്ട്. അവരെ തല്ലുന്നൊക്കെ പുരുഷന്മാരായ ക്രിമിനലുകളാണ്. ഇതൊക്കെ പോലീസ് നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു MLA ആണ്, KPCC പ്രസിഡന്റിന്റെ സ്റ്റാഫിൽപ്പെട്ട, അവർ കഴിഞ്ഞ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. അവരവിടെ അടികൊണ്ടിട്ടുണ്ട്. ഇത് ഇത്ര ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഒരു ജില്ലാ പഞ്ചായത്ത് കാൻഡിഡേറ്റിന് ബൂത്തിൽ നിൽക്കാൻ കഴിയില്ല, അതുവഴി നടന്നു പോകാൻ കഴിയില്ല എന്ന് വന്നാൽ എന്താണ് സംഭവിക്കുക? ഇത് ഇന്ത്യയിലെയും കേരളത്തിലേക്ക് ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമാവുകയില്ല. കണ്ണൂരിൽ ഇത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഇനിയും ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് തെരഞ്ഞെടുപ്പിനുണ്ടാവില്ല. ഈ ആന്തൂർ പോലുള്ളതായിരിക്കും മൊത്തം ജില്ലയിൽ സംഭവിക്കുക. അതിനനുവദിക്കരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളെന്താണ്? ഞാനവിടെ നമ്മളെ സ്ഥാനാർത്ഥിക്ക് തല്ലുകൊണ്ട് കാണാൻ പോയി. സ്വാഭാവികമായി അവിടെ ഒരാളെ കൊണ്ടു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് തല്ലുകൊണ്ടിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇപ്പുറം പോയി നോക്കുമ്പോൾ 4-5 സ്ഥാനാർത്ഥികൾ തല്ലുകൊണ്ടിട്ട് അവിടെ ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ ചാനൽ സുഹൃത്തുക്കൾ അവിടെ പോയി, ഒരാളെ തല്ലുകൊണ്ട് കാണാൻ പോയി. അപ്പം അപ്പുറം ഇപ്പുറമൊക്കെ തല്ലുകൊണ്ടവരുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വാഭാവികമായും പിന്നെ നിങ്ങളെ വാർത്തയിൽ വരൂലേ? അതിനെ നിങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. ന്യായമായൊരു എവിടെ അങ്ങനെ തന്നെ കിട്ടില്ല. അല്ല ഇവിടെ തല്ലുകൊള്ളുന്നൊക്കെ ആരവിടെ തല്ലുന്നത്? ആരാ തല്ലുന്നത്? അല്ല നിങ്ങൾ കാര്യങ്ങളെ മറച്ചു വെക്കല്ല. ഇവിടെ നമ്മൾ പറയുന്നു ഏത് സ്ഥാനാർത്ഥിക്ക് തല്ലുകൊണ്ടിട്ടുണ്ടെങ്കിലും ആ തല്ലിയവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇവിടെ CPM-ഉം ഭരിക്കുന്നതും CPM-ആണ്. ആഭ്യന്തരം അവരുടെ കയ്യിലാണ്. ആഭ്യന്തരം ഉണ്ടായില്ലെങ്കിലും ഭരിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയുള്ള പാർട്ടിയാണ് CPM. അറിഞ്ഞൂടത്. അത് വളരെ വലിയ ഒരു മിലിറ്റന്റ് സ്വഭാവത്തിൽ തെരഞ്ഞെടുപ്പിനെ വരെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ പിന്നെ എവിടെയാണ് ജനാധിപത്യം പുലരുക? ഇതൊരു പുതിയ കേരളമാണ്, നവകേരളമാണ്, ജനാധിപത്യത്തിൻ്റെ സുന്ദര ലോകമാണെന്നൊക്കെ പറയും. ഒരു തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്യാനോ ബൂത്തിലിരിക്കാനോ നിങ്ങളത് പരിശോധിക്കുക. എത്ര ബൂത്തുകളിൽ ഇവിടെ പിന്നെ CPM അല്ലാത്ത ആളുകൾ ഇരുന്നിട്ടുണ്ട് പരിശോധിക്കുക. ഇവിടെ പോളിംഗ് ഓഫീസർമാരായി വന്ന ആളുകൾക്ക് സ്വകാര്യമായി നിങ്ങൾ സംഭാഷണം നടത്തി നോക്കൂ. അവർ വേറൊന്നും പുറത്തുവിടാൻ കഴിയാത്തതുകൊണ്ട് അവർ പറയില്ല. എത്ര ഭയാനകമായ സ്വഭാവത്തിലാണ് പല ബൂത്തുകളിലും കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു വിഷയമാണല്ലോ, ഇത് അവസാനിക്കണ്ടേ? പിന്നെ ആരാണ് നോമിനേഷൻ കൊടുക്കാൻ ധൈര്യപ്പെടുക? അപ്പോൾ നിങ്ങൾ ആന്തൂർ ആഘോഷിക്കും. ആന്തൂർ വർദ്ധിക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുക? അത് ഒരു ജനാധിപത്യത്തിന് ഭൂഷണമാണോ? സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മത്സരിക്കുക. ഞങ്ങളൊരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ തയ്യാറായി. അടുത്ത വർഷം അവരെങ്ങനെയാണ് മത്സരിപ്പിക്കുക? ഇമ്മാതിരി തല്ലും അടിയും ആക്ഷേപവും തെറിയും അഭിഷേകവും. എന്താ പറഞ്ഞതെന്നറിയോ ഞങ്ങൾ സ്ഥാനാർത്ഥിനോട്? പാകിസ്ഥാനിലേക്ക് പോടാന്ന്. ആരാ പറഞ്ഞ്? ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? CPM-ന്റെ പ്രാദേശിക ഗുണ്ടകൾ പറയുക. ഈ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങി എവിടെ എത്തുക? ഞങ്ങളതാ പറയുന്നത്. ഇനി വർദ്ധിക്കൂല ഇത്. ഞങ്ങളെ
ഇനിയും കുറെ, അതായത് നമ്മൾ പറയുന്നത് ഈ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ആക്രമണം എന്തിനാ? ഇവിടെയൊക്കെ CPM ജയിക്കുന്ന വാർഡുകളിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ പോലും ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകരുത് എന്ന് തീരുമാനിക്കുന്നത് എന്തിനാ? അത് ചിലയിടത്ത് ധൈര്യസമേതം വരികയല്ലേ. പിന്നെ അതുകൊണ്ട് തന്നെയാണോ ആള് അപ്പൊ മുഴുവൻ അവിടെ എങ്ങനെയാണോ? എനിക്കറിയാം, പരിശോധിക്കൂ. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയൊന്നും ആരും ആളുകൾ ഒരു പാർട്ടിക്കാരനും ഇല്ലാത്തത് കൊണ്ട് നോമിനേഷൻ കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണെന്നാണ്. അല്ല, ഈ നടന്നതൊക്കെ ഈ സ്ഥലങ്ങൾ പരിശോധിക്കുന്നത് ഇതൊക്കെ ഉള്ളതല്ലേ? അല്ല, ആന്തൂര് എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. അതായത് എതിർ സ്ഥാനാർത്ഥികളില്ലാതെ വിജയിക്കുക എന്നത് വലിയൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. കേരളത്തിൽ അങ്ങനെ ഒരു രീതി വർദ്ധിച്ചു വരരുത്, കുറേ തന്നെയാണ് വേണ്ടിയത്. ആന്തൂരിൽ എല്ലാ വാർഡിലും തിരഞ്ഞെടുപ്പ് നടക്കണം നമ്മളെ അഭിപ്രായം. അതിന് ആളുകൾക്ക് ധൈര്യം കൊടുക്കണം. ഉദാഹരണമായിട്ട് ഈ നാലുങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ഒരു ജില്ലാ പഞ്ചായത്ത് പിന്നെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ബ്ലോക്ക് മെമ്പറാണ്, ഒരു MLA യുടെ സ്റ്റാഫിൽപ്പെട്ട സഹോദരിയാണ്. അവരെ തലക്കടി കിട്ടിയിട്ട് അവർ വീണാണ്. ഈ അനുഭവം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? നമ്മൾ ചോദിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഈ തല്ലുകൊള്ളുമ്പോഴൊക്കെ അല്ലേ നമ്മൾ പറയില്ലേ. ഞങ്ങൾ CPM-മായി ധാരണ ഉണ്ടായ ഘട്ടം അത് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ അങ്ങനെ ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ 10 വർഷം മുമ്പ് ആദ്യം ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ശേഷം കേരളത്തിലെ 100ഓളം സ്ഥലങ്ങളിൽ നമ്മൾ ധാരണയിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറയുന്നത് ഇത്തരം പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഞങ്ങൾ പലയിടങ്ങളിലും ഞങ്ങൾ നിങ്ങളോട് തന്നെ വ്യക്തമാക്കിയതാണ്. ഞങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശിക ധാരണകളുടെ അടിസ്ഥാനത്തിൽ മത്സരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ UDF-മായി ചേർന്ന് മത്സരിച്ചിട്ടുണ്ട്, സ്വന്തമായി മത്സരിച്ചിട്ടുണ്ട്. അത് പ്രാദേശിക ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. അത്തരം ധാരണകൾ ഞങ്ങളെ 3 തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. ആദ്യ തെരഞ്ഞെടുപ്പിൽ CPM-മായി ചേർന്ന് നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ നിഷേധിക്കുന്നുണ്ട്. ഈ മറവി രോഗം വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയാണ് കൂടുതൽ അതിനെ നിഷേധിക്കുന്നത്. അതെ, അല്ല, ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ അറിയേണ്ടത്. അതായത് ഞങ്ങളുമായി CPM നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ധാരണയായപ്പോൾ സഖാവ് കോടിയേരിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചർച്ച നടന്നത്. നല്ല ചർച്ചയായിരുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടായത് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പിന്നെ ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് വളർത്താൻ ആളാവശ്യമില്ല എന്ന് നമുക്കറിയാലോ. ആരും സ്വന്തമായി വളരുന്ന കാലമല്ലേ. ഒന്നിനെയും ആരും വളർത്തുന്നല്ലോ. അങ്ങനെ വളർത്തു മുത്തച്ഛന്മാരും കുറേ ആളുകളൊക്കെ വേണമെന്ന് പറയുന്ന ഒരു കാലത്തിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നൊരു ലോകമല്ലേ ഇത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ അത് പ്രത്യേകമായൊരു നരേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതെപ്പോഴാണ് പറയാറ്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രത്യേക നരേഷൻ കേരളത്തിൽ CPM ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന നരേഷൻ ഒരു മതപരമായ പ്രത്യേകമായൊരു ചേരിവ് സൃഷ്ടിച്ച് ഒരു വംശീയമായ വർത്തമാനം പറഞ്ഞ് വോട്ട് നേടാനുള്ള ശ്രമമാണ്. ഞങ്ങൾ ചോദിച്ചു, ഒരു CPM-ൻ്റെ ലീഡറോട് തന്നെ ഞാൻ കുറേ നേരം ഞങ്ങളോട് പല ചർച്ചയും നടത്തുന്ന ആളാണ്. ഞങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ വെൽഫെയർ പാർട്ടി എന്ന് തന്നെ പറഞ്ഞാൽ പോരെ, നിങ്ങളെന്താ വേറെയും ചില പേരുകൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗുണം കിട്ടില്ല, നിങ്ങളെ വോട്ട് ചെയ്താലും കിട്ടുന്നില്ല, ഗുണം കിട്ടുന്നില്ല. ഈ ഗുണം കിട്ടണം എന്ന ലക്ഷ്യത്തിൽ ഇസ്ലാമോഫോബിയയുടെ ഒരു അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വ്യാപകമായി സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉദാഹരണമായി BJP ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയതാണ് ഡൽഹി സ്ഫോടനത്തെക്കുറിച്ച് വരെ തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചു. BJP അങ്ങനെ പറയും, കാരണം അവരുടെ ഒരു ലൈൻ അത് തന്നെയാണ്. അതിവിടുത്തെ
വെൽഫെയർ പാർട്ടി മറ്റു ചില സംഘടനയൊക്കെ ചേർത്ത് വെച്ച് സംസാരിച്ചു. ഇതേ സംസാരം മറ്റൊരു ഭാഷയിൽ സാക്ഷാൽ ഗോവിന്ദ മാഷ് പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ ചിലയിടങ്ങളിൽ ഞങ്ങൾക്ക് അയച്ചു തന്ന അനൗൺസ്മെൻ്റ് ഉണ്ട് LDFൻ്റെ. എന്തൊക്കെയാണ് പറയുന്നത്? ഹിസ്ബുൽ മുജാഹിദീൻ മത്സരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കേണ്ട ഗതികേടിലേക്ക് എന്തിനാണ് CPM എത്തുന്നത്? അതാർക്കാണ് ഗുണം ചെയ്യുക? ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഹിസ്ബുൽ മുജാഹിദീനും മറ്റൊക്കെ സംസാരിക്കുക, BJP സംസാരിച്ചാൽ നമുക്ക് തിരിയും, അവർക്ക് അതേ അറിയൂ. പക്ഷേ CPM വരെ അത് പറയുന്നു എന്നിടത്തേക്ക് എത്തിയാൽ കേരള രാഷ്ട്രീയം എവിടെ എത്തുക? ഇതിൻ്റെ അപകടം എത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ UPയിലെ ഞങ്ങളൊരു അനുഭവം പറയാം. UPയിൽ കഴിഞ്ഞ നമ്മളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങളന്ന് അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയുമായി ധാരണയിലുണ്ടായിരുന്നു. ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തിരുന്നു. വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആ ധാരണക്കിടയിൽ ഞാനും ആ ചർച്ചയ്ക്ക് പോയിരുന്നു. അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇലിയാസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധാരണയൊക്കെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയായിരിക്കും ഇവിടെ ചർച്ചയാകുക? കേരളത്തിലെ ചർച്ച പോലെയുള്ള ചർച്ച ഉണ്ടാവൂലേ? ആ ചർച്ചകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യോഗി ആദിത്യനാഥിൻ്റെ പത്രസമ്മേളനം നടന്നു. ഇവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും ഉമർ ഖാലിദിൻ്റെ പിതാവും ധാരണയായിട്ടാണ് മത്സരിക്കുന്നത് എന്ന്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 50 സീറ്റ് അധികം അഖിലേഷ് യാദവിന് കിട്ടി. 10% വോട്ട് വർദ്ധിച്ചു. 10% വോട്ട് യോഗി ആദിത്യനാഥിൻ്റെ BJP കുറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ആ ചർച്ചക്കും പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുത്തു. ഞങ്ങൾ 200ഓളം കേന്ദ്രങ്ങളിൽ ശക്തമായ മുന്നേറ്റം നടത്തിയിരുന്നു. വലിയ വർക്ക് നടത്തിയിരുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ജാവേദ് മുഹമ്മദ് ആയിരുന്നു. അവരുടെ മകളാണ് അഫ്രിൻ ഫാത്തിമ. എന്താ സംഭവിച്ചത്? പിന്നെ ഈ പ്രഖ്യാപനത്തിന് ശേഷം അഫ്രിൻ ഫാത്തിമയുടെയും ജാവേദ് മുഹമ്മദിൻ്റെയും വീട് തകർത്തു. 1.5 വർഷത്തോളം അവർ ജയിലിൽ കിടന്നു. എന്തോ കുറ്റം ഉണ്ടാക്കിയെടുത്തിട്ട് അവസാനം വെറുതെ വിട്ടു. ഇത് ആ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും അഖിലേഷ് യാദവും തമ്മിൽ ധാരണയായി എന്ന് പറഞ്ഞ് വിദ്വേഷ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ UPയിൽ യോഗി ആദിത്യനാഥ് നടത്തിയ വിദ്വേഷ പ്രചരണത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇത് തന്നെയല്ലേ കേരളത്തിലും CPM നടത്തുന്നത്? എന്തിനാണിത്? എന്തെല്ലാം രാഷ്ട്രീയം പറയാം, 10 വർഷത്തെ ഭരണനേട്ടം പറയാം, വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ പറയാം. ഇതൊന്നും മുഖ്യമന്ത്രിക്ക് പറയാനില്ലല്ലോ. എന്തിനാണ് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യുന്നത്? ഇതിൻ്റെ ഗുണഫലം ആർക്കാണ്? ഇത് എവിടെയാണ് എത്തുക? ഞങ്ങൾക്കിതിൽ യാതൊരു ഭയവുമില്ല. കാരണം ഇതാകെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വരിക. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വന്നു, ഭയങ്കര ഒച്ചപ്പാടായി, എല്ലാ മീഡിയകളും ഏറ്റെടുത്തു. പല മീഡിയകളും ഞങ്ങളെ കൈകാര്യം ചെയ്തു. ചിലർ CPM പറയുന്നതിനനുസരിച്ച് രാവിലെ മുതൽ ഞങ്ങളെ പിന്നാലെ വന്നു കൈകാര്യം ചെയ്തു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇതേ നരേഷൻ നടത്തി, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഇതേ രീതിയിൽ എല്ലാവരും അവിടെ തമ്പടിച്ച് പെരുമാറി, ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് CPM മാറ്റിപ്പിടിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിലൊരു ഗുണവും കേരളത്തിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കില്ല. ആകെ ഗുണം കിട്ടുക BJPക്കാണ് എന്നല്ല, CPMന് വലിയൊരു ദുരന്തം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. CPM പ്രവർത്തകർ വ്യാപകമായി മറ്റൊരു ലൈനിലേക്ക് മാറുകയാണ്, BJPയുടെ ലൈനിലേക്ക് മാറുകയാണ്, വർഗീയ അജണ്ടകളുടെ പിന്നാലെ പോവുകയാണ്. അവസാനം ഭവിഷ്യത്ത് സംഭവിക്കാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളിലും UPയിലുമൊക്കെ ത്രിപുരയിലൊക്കെ സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. അതുകൊണ്ട് CPM നിലപാട് തിരുത്തണം. ഈ നിലപാടുമായി മുന്നോട്ട് പോകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെനിക്കറിയില്ല, ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ അതവിടെ നിൽക്കട്ടെ. 2015 വെൽഫെയർ പാർട്ടി ഉണ്ടായ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ 110 സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം. CPMുമായി ധാരണയായി ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. മറവി രോഗമില്ലെങ്കിൽ അത് മുഖ്യമന്ത്രി സമ്മതിക്കും. മുഖ്യമന്ത്രി ഡയറക്റ്റ്, അന്ന് സഖാവ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ലേ, അദ്ദേഹം തന്നെയാണ് ആ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തത്. പ്രത്യേകിച്ച് രസകരമായ ഒരുപാട് കഥയുണ്ട്. ഈ
ആലപ്പുഴയിൽ ഞങ്ങൾ ഇതിൻ്റെ തുടർച്ച ചർച്ച നടത്തി. അപ്പോൾ സുധാകരൻ സാറോട് ചർച്ച നടത്തി. അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, പിണറായിയെ അന്ന് വിളിച്ചു, തീരുമാനം എടുത്താൽ മുന്നോട്ട് പോകുന്നല്ലാതെ പിന്നെ സംശയിക്കേണ്ടതില്ല എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. കോടിയേരിയാണ് ആ ചർച്ചയെ ലീഡ് ചെയ്തത്. കണ്ണൂർ ജില്ലയിൽ വരെ ആ സ്വഭാവത്തിൽ അന്ന് മത്സരിച്ചിട്ടുണ്ട്, വളപട്ടണത്തിൽ അന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത് നിങ്ങൾ ചോദിക്കില്ല, അതാ ഇത് നിങ്ങൾക്കെല്ലാം അറിയുന്നല്ലേ, നിങ്ങളത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. മുഖ്യമന്ത്രിയോടും ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ തരാം, പല പത്രപ്രവർത്തകരും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരാരും അത് ചോദിക്കില്ല. ഇതെന്തുകൊണ്ട്? അത് 2000 അപ്പോൾ ഞങ്ങൾ മത്സരിച്ച് എൻ്റെ പഞ്ചായത്തിൽ 2 മെമ്പർമാരുണ്ടായിട്ടുണ്ട് CPM-മായി ചേർന്ന് മത്സരിച്ചിട്ട്. വെൽഫെയർ പാർട്ടി ആയിട്ട് തന്നെ LDF പിന്തുണക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി. അല്ല, 2011 രൂപീകരിച്ചത്, 1ാമത്തെ ഇലക്ഷൻ ആയിരുന്നു അത്. എന്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അത് എന്ത് അതാണ് ഞാൻ അത് അംഗീകരിച്ചാൽ മതി. അതായത് അതേ നരേഷൻ തന്നെയാണ് CPM-ഉം, ഒരേ നരേഷനാണ് CPM-ഉം BJP-യും. ഞാൻ ഈ കണ്ണൂർ ടൗണിൽ ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ ഞാൻ കേൾപ്പിച്ചു തരണം നിങ്ങൾക്ക്. ഹിസ്ബുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. കേൾപ്പിച്ചു തരണമെങ്കിൽ കേൾപ്പിക്കണം. നിങ്ങൾ കേട്ടല്ലേ? എത്ര അപകടകരമായ രാഷ്ട്രീയമാണ്! എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? ആർക്കാണ് ഇതുകൊണ്ടുള്ള മെച്ചം? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തിനാണ് ഈ രീതിയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെയും കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെയും ഇത്രമേൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? നമുക്കതാ ചോദിക്കാനുള്ളത്. ഏത് സ്ഥാപനം അത് നമുക്കറിയില്ല. അങ്ങനെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊന്നും റെയ്ഡ് നടന്നിട്ടില്ല. അതൊക്കെ ഇവിടുത്തെ BJP അങ്ങനെ നരേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഏതായിരുന്നാലും CPM അത് ഏറ്റെടുക്കരുത്. ഇത് പഴയ കാലമല്ല. കേരളം വരെ പിടിക്കാൻ അമിത്ഷായും കൂട്ടരും ഒരുങ്ങി വരുന്ന കാലമാണ്. ആ കാലത്താണ് ഹിസ്ബുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് അതിന് വഴിമരുന്നിടാൻ CPM തീരുമാനിക്കുന്നത്. ഇത് നിർത്തിയില്ലെങ്കിൽ ഇവിടെ ആരുടെ കാലിനടിയിലും മണ്ണുണ്ടാകില്ല. അത് മനസ്സിലാക്കണം തന്നെ നമ്മൾ പറയുന്നത്. അല്ല, അത് നിങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അല്ല, അതിലേ ഞങ്ങൾ പ്രാദേശിക നീക്കുപോക്കുകളും ധാരണകളും ഉള്ളത്. അവർ പറയുന്നത് സംസ്ഥാന സഖ്യമില്ല എന്നല്ലേ? ഞങ്ങൾ പ്രാദേശികമായ നീക്കുപോക്കും ധാരണയുണ്ട്. ഇപ്പോൾ പോലും LDF-ഉമായി ധാരണയിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. റിസൾട്ട് വന്നിട്ട് ഞാനത് പറഞ്ഞുതരാം നാളെ കഴിഞ്ഞിട്ട്. എവിടെയാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അന്വേഷിച്ച് കണ്ടെത്താലോ. ഞങ്ങൾ UDF ധാരണയിൽ മത്സരിച്ചതൊക്കെ കണ്ടെത്തിയ ആളുകൾക്ക് നിങ്ങൾ കണ്ടെത്തിക്കൂടെ? ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങൾ പറഞ്ഞത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാദേശികമായി BJP അല്ലാത്ത ആരുമായും ധാരണയിൽ മത്സരിക്കുമെന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങളോട് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലേ കണ്ണൂർ വെച്ചിട്ട്. അതിൽ നമ്മൾ നിലപാട് സ്വീകരിക്കും. വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിലപാട് സ്വീകരിക്കും. കഴിഞ്ഞ 2 നിയമസഭയിൽ നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. മത്സരിക്കാത്തിടങ്ങളിലേ വോട്ട് ചെയ്തിട്ടുള്ളൂ മറ്റു പലർക്കും. കാരശ്ശേരി പലരും അങ്ങനെ പ്രതികരിക്കൂലേ? അവരവരുടെ അഭിപ്രായം പറയൂലേ? ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം അല്ല, അതായത് CPM ഉണ്ടാക്കുന്ന ഒരു നരേഷൻ. ഇപ്പോൾ ഞാൻ ഇന്ന് വെറുതെ CPM ഉണ്ടാക്കുന്ന ഒരു നരേഷനുണ്ട്. ആ നരേഷനെ ഏറ്റെടുക്കാൻ പലരുണ്ട്, മതസംഘടനകളുണ്ട്, പലരുണ്ട്. ഞാൻ ഇന്ന് രസകരമായ ഒരു ഇത് കണ്ടു. അത് നമ്മളെ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. CPM-ഉമായി ഒരു ബന്ധവുമില്ല, അവർ ഭീകര പ്രസ്ഥാനമാണ്. നിങ്ങൾ കണ്ടിരിക്കൂല്ലേ? മമതാ ബാനർജിയുടെ പ്രസ്താവനയാണ്. എന്താ പറയുന്നത്? ഭീകര പ്രസ്ഥാനമാണ്.
ഞങ്ങളെക്കുറിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രി CPM-നെ കുറിച്ച് പറയാണ്. ഇതിലേതാ ശരി? ഭീകര പ്രസ്ഥാനമാണ്, ഒരു ബന്ധമില്ല എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ പലരും പലതും പറയും. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ട് 15 വർഷത്തോളമായി. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായി ഓപ്പണാണ്. ഞങ്ങൾ പറഞ്ഞ വാക്കിൽ, ഞങ്ങളുടെ ഏതെങ്കിലും മുദ്രാവാക്യത്തിൽ, ഞങ്ങൾ നിർവഹിച്ച ഏതെങ്കിലും രാഷ്ട്രീയ സമരത്തിൽ, ഏറ്റെടുത്ത ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഭീകര പ്രസ്ഥാനത്തിൻ്റെ വഴിയുണ്ട് നിങ്ങൾ പറയൂ. ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട് നിങ്ങൾ പറയൂ. അങ്ങനെയല്ലേ ഒരു സംഘടന വിലയിരുത്തേണ്ടത്? ആരോ ഒരാൾ പറഞ്ഞു, ഒരാളെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ അതാ ശരിയെങ്കിൽ എന്തൊക്കെ അഭിപ്രായം ആരെയൊക്കെ കുറിച്ച് പറയുന്നു, അതൊക്കെ വെച്ചുകൊണ്ടാണോ ഒരു സംഘടനയെ വിലയിരുത്തേണ്ടത്? പല കാര്യങ്ങളാൽ പലരും പറയും, അവരവരുടേതായ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വിലയിരുത്താം, വെൽഫെയർ പാർട്ടി നിങ്ങൾക്ക് വിലയിരുത്താം. ഇന്ന വിഷയത്തിൽ ഇന്ന പ്രസ്താവന ഇവിടെ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നതാണ്, വിഭാഗീയത ഉണ്ടാക്കും, നിങ്ങൾ പറയണം. ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. ഇതൊന്നും ഇല്ലാതെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച്, കാരണം പലരും സ്പോൺസർമാരാണ്, പല രീതിയിലുള്ള ആളുകളാണ്. CPM-ന് വേണ്ടി പല രീതിയിലുള്ള സംസാരം നടത്തും പല ചാനലുകൾ. എത്ര ചാനലുകളാണ് ഞങ്ങളെ കൈകാര്യം ചെയ്തത്? കൈരളി കൈകാര്യം ചെയ്ത് നമുക്ക് തിരിയും. ദേശാഭിമാനിയിൽ വെൽഫെയർ പാർട്ടിയല്ലേ ന്യൂസ്. ചിലയിടത്തൊക്കെ പോയാൽ പറയും എല്ലാ വീട്ടിലും ദേശാഭിമാനി ഫ്രീ. ഇതെന്തിനാ പത്രം ഒന്നും തിരിയാതെ ആളുകൾ ഇങ്ങനെ വാങ്ങി വെക്കുക? പിന്നെ തിരിയുക, ഇത് വെൽഫെയർ പാർട്ടിനെ കുറിച്ച് ന്യൂസ് ഉണ്ടാവുകൊണ്ട് നിങ്ങൾ വായിക്കണം, നിങ്ങളെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന്. അത് ദേശാഭിമാനിയും കൈരളിയും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലാത്ത ചിലർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അഥവാ ഇവിടെ ഞങ്ങളൊരു പ്രശ്നം, ഞങ്ങളെ അല്ലാതെ കാരശ്ശേരി മാഷുടെ അഭിപ്രായമാണ്. അങ്ങനെ പലർക്കും പല അഭിപ്രായമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിലൊരു മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്, അല്ല ഇന്ത്യയിലൊരു മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണത്. അതിപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഒരാൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ശരിയാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. നേരെ തിരിച്ച അഭിപ്രായമുള്ള എത്ര ആളുകളുണ്ട്? അത് നിങ്ങൾ ചോദിക്കാത്തത്? കേരളത്തിൽ നേരെ തിരിച്ച് അഭിപ്രായം പറഞ്ഞ എത്ര പണ്ഡിതന്മാരുണ്ട്, എത്ര നിരീക്ഷകന്മാരുണ്ട്? അത് സമസ്ത അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ചിലരെ നിങ്ങൾ പരിശോധിക്കണം, ആ ചിലരുടെ ഇന്റൻഷൻ എന്താണ്. ഇതൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. ഞങ്ങളെ കൊണ്ട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് സമസ്ത. അതേസമയം എനിക്ക് നിങ്ങളുടെ ഒരു വിമർശനമുണ്ട്. ഏറ്റവും മനോഹരമായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എത്ര പേർ അത് പോസ്റ്ററാക്കി, എത്ര പേർ അത് ന്യൂസാക്കി? വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് വളരെ മനോഹരമാണ്, ഞാനത് ലൈവ് കേട്ടതാണ്. നിങ്ങൾ എത്ര പേർ ന്യൂസാക്കി? അതിലും ചില ആളുകൾ ആ പത്രസമ്മേളനത്തിൽ കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ട് തങ്ങൾ തന്നെ പറഞ്ഞു, മിണ്ടായിരിക്കും, എൻ്റെ വായിലേക്ക് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും വെക്കണ്ടാന്ന്. എന്നോടല്ല, തങ്ങൾ പറഞ്ഞ പക്ഷെ നിങ്ങളത് ന്യൂസാക്കില്ല. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് എനിക്കറിയാത്തത്? വെൽഫെയർ പാർട്ടിയെ കൈകാര്യം ചെയ്യാൻ അതിവിടെ ഫ്ലെയറാണ്, ന്യൂസാണ്. ഏതായിരുന്നാലും സമസ്തയിലെ ഉന്നത നേതാവ് ജിഫ്രി തങ്ങളാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞു, വ്യക്തിപരമായ അഭിപ്രായം ചിലർ പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾ ന്യൂസാക്കില്ല. സമസ്തയിലെ ഒരാൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ന്യൂസാണ്. സമസ്തയുടെ ഏറ്റവും ഉന്നതനായ നേതാവ് പറഞ്ഞു, അതിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു, അത് നിങ്ങൾക്ക് ന്യൂസ് ആകുന്നില്ല. ഇതിനെയാണ് CPM-ന് വേണ്ടിയുള്ള വർക്കിൽ ചിലർ, സാംസ്കാരിക പ്രവർത്തകർ മാത്രമല്ല മീഡിയ പ്രവർത്തകരും പെട്ടുപോകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം. ഞങ്ങൾ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല. ഉണ്ടോ എന്നൊരു സംശയം ഒരാൾക്ക് തോന്നിയാൽ അതൊരു തെറ്റായ കാര്യമല്ല. വെൽഫെയർ പാർട്ടി കേരളത്തിൽ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്, നല്ല മുന്നേറ്റം ഉണ്ടാവും നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യം വിലയിരുത്തുമെന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഒന്ന്, ഈ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം വിതച്ച മുഖ്യമന്ത്രിയുടെ ആ പത്രസമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ജനം വിലയിരുത്തും. അത് CPM-ന് വലിയ തിരിച്ചടിയായിരിക്കും. കേരളത്തിലെ കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണം വിലയിരുത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ളത് വിലയിരുത്തും. അതെല്ലാം വിലയിരുത്തി തന്നെയായിരിക്കും. പിന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനം വിലയിരുത്തും. അതൊക്കെ വിലയിരുത്തി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാകുക. വെൽഫെയർ പാർട്ടി നല്ല പ്രതീക്ഷയിലാണ്. ഞങ്ങൾ മത്സരിച്ചെടുത്ത് വലിയ മുന്നേറ്റം നടന്നിട്ടുണ്ട്. നിങ്ങളീ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കെ തന്നെയാണ്
ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ നാളെ വലിയ പ്രതീക്ഷയിൽ റിസൾട്ട് വരും തന്നെയാണ്. മുൻതൂക്കം ഞങ്ങളെയാലും ജയിക്കും. പിന്നെ നമുക്ക് നാളെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ കാണാമല്ലോ. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിൽ ആർക്കൊക്കെയാണ് അത് ഗുണം കിട്ടുക എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണഫലം പലർക്കും കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സ്ഥാനാർത്ഥി ഡിവിഷൻ നമ്മളെ കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ഥാനാർത്ഥി ഇവിടെ തന്നെ ഉണ്ട്. വിജയിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. വിജയിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എന്തെല്ലാം ആളുകൾ എന്തെല്ലാം വർക്കാണ് ചെയ്തെന്ന് ഞങ്ങൾക്കറിയില്ല. സ്വാഭാവികമായ ജനാധിപത്യ വർക്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഞങ്ങൾ വിജയിക്കും. അവിടെ ഞങ്ങൾ 65 ഇടങ്ങളിൽ വിജയിച്ചിരുന്നു. ഒരു കൊച്ചിൻ കോർപ്പറേഷനിൽ വരെ നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ കൂടിയാണല്ലോ അതിൻ്റെ ഒരു പങ്കുവെച്ചത്. എന്താവും ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്കതിൽ പറയാനുള്ളത് വെൽഫെയർ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലിൽ കുറെ കൂടി നിങ്ങൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കണം എന്നാണ് ചിലരോടുള്ള ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ആളുകൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ തീവ്രവാദികളാണ്, വർഗീയവാദികളാണ്, ഇതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ വളർന്നു വരുന്ന യുവാക്കൾക്കിടയിൽ വലിയ ഒരു അപകടകരമായ ചിന്ത ഉണ്ടാക്കും, അതൊരു പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് CPM നിലപാട് തിരുത്തണം. CPMൻ്റെ ഈ തെറ്റായ നയങ്ങളെ ജനങ്ങളിൽ എത്തിക്കാനും പ്രഭാഷണങ്ങളെ ജനങ്ങളിൽ എത്തിക്കാനും ശ്രമിക്കുന്നത് പോലും അപകടമാണെന്ന് നമ്മൾ പറയുന്നത്. അതേ പറയാം. വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ട് ഇപ്പോൾ 15 വർഷമായി. 2011 അപ്പോൾ അതിനുശേഷം ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDFൻ്റെ അഥവാ CPMുമായി ധാരണയിലാണ് മത്സരിച്ചത്. അന്ന് ഉള്ള അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഒരു ജനപക്ഷ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ ഭൂമിയുടെ രാഷ്ട്രീയം, ആ സംവരണത്തിൻ്റെ രാഷ്ട്രീയം, ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയം, മുസ്ലിം ഐഡൻറ്റിറ്റിയുടെ രാഷ്ട്രീയം, അങ്ങനെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, വെൽഫെയർ പാർട്ടിയുടേതായ രാഷ്ട്രീയ ലൈനും കാഴ്ചപ്പാടുകളും ഭരണഘടനയും ഒക്കെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വെൽഫെയർ പാർട്ടി ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണ്. ഇതിൽ അനവധി ആളുകളുണ്ട്. ജമാഅത്ത് പ്രവർത്തകർക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റേതായ വെൽഫെയർ പാർട്ടിയുടെ ആശയങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, പ്രവർത്തന പദ്ധതിയുണ്ട്. നിങ്ങൾ ഇത് വിലയിരുത്തണം. നിങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് മാത്രം വിലയിരുത്തുന്നത് അവസാനിപ്പിക്കണം. അതാണ് ഇസ്ലാം എന്നൊരു പോയിന്റ് ഉണ്ട്. ആ ഇസ്ലാം എന്ന വാക്കുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ അവരോട് ചോദിച്ചു, ഒരു CPMൻ്റെ പ്രമുഖ നേതാവാണ്, നമ്മളോട് ചർച്ചക്കൊക്കെ വരുന്ന ആളാണ്. അത് മറവില്ലാത്ത ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ തിരിയും. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത് തന്നെ പറയാം? അപ്പോൾ ഞങ്ങൾക്ക് വോട്ട് കിട്ടണമെങ്കിൽ അത് പറയണം. അപ്പോൾ ഇസ്ലാം എന്ന ഒന്നിനെ നാട്ടക്കുറിയാക്കി നിർത്തി ആക്രമിച്ചാൽ വോട്ട് കിട്ടും എന്ന ചിന്ത ഇന്ത്യയിൽ BJP ഉണ്ടാക്കിയതാണ്. അത് കേരളത്തിൽ CPMും ഏറ്റുപിടിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ രണ്ടു കൂട്ടരും കൂടി ഇവിടെ ഉഴുതുമറിച്ച് മുന്നോട്ട് പോയാൽ അവിടെ വളരുക സംഘ് പരിവാറിൻ്റെ ഫാസിസത്തിൻ്റെ വിഷവിത്തായിരിക്കും. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ നമ്മൾ ജാഗ്രതയോടെ പോകണം. ഇതെല്ലാം കൂടി പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വേറെ മുന്നണി ഉണ്ടാക്കി ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ ശക്തമായ നിലപാട് CPM സ്വീകരിക്കണമെന്നാണ്. കേരളത്തിൽ CPMനെ നിയന്ത്രിക്കുന്നത് കണ്ണൂരിലെ സഖാക്കളാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണമെന്ന് നമ്മൾ പറയുന്നത്. അല്പസ്വല്പം ഇപ്പം ഗോവിന്ദ മാഷിയും പഠിപ്പിക്കേണ്ടിയുണ്ട്. അദ്ദേഹത്തിന് ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം.